ഒരു 5000 രൂപ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ 7 ഇഞ്ചും 9 ഇഞ്ചും ഒക്കെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അവൈലബിൾ ആണ്. നമ്മുടെ ക്യാമറ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വീഡിയോ ക്യാമറയുടെ ലൈൻ വലിക്കണം. അപ്പം നമ്മുടെ ഈ ബീഡിങ് വലിച്ചിട്ട് ഇപ്പുറത്തോടെ സ്ഥലമുണ്ട്. അപ്പം ബീഡിങ് വലിച്ച് എന്നിട്ട് പിന്നെ ഈ സൈഡിലെ കവറാണെങ്കിലും നമുക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നു വരും. ഇതുപോലെയുള്ള ചെറിയ ലെഗുകളാണ് ഇത് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഈ സൈഡിലെ ബീഡിങ് വലിച്ചിട്ട് അതെവിടെയാണ് ഏകദേശം കാണാൻ പറ്റുന്നിടത്തുനിന്ന് നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചാൽ ഇതിങ്ങനെ തുറന്നു വരും. അപ്പം നമുക്ക് ഇതിലൂടെ കടത്തി ഇതിലൂടെ എടുത്ത് ഇവിടുത്തെയും ബീഡിങ് തുറന്നിട്ട് ഇതിലൂടെ എടുത്ത് നമുക്ക് പുറകോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് വേണം കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ക്യാമറ വയർ ഇനി വലിക്കണം. അപ്പോൾ അത് വലിക്കാനാണെങ്കിലും പറ്റുമെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ ഒരു സ്ലീവോ ഒക്കെ ഇട്ട് വലിച്ചാൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഔട്ടർ കോട്ടിങ്ങോ കാര്യങ്ങളൊന്നും പോകാതിരിക്കണമെങ്കിൽ അത് നല്ലതാണ്. നമുക്ക് ഈ വയർ മാത്രമാണ് നമുക്ക് മുന്നിലെത്തേണ്ടത്. ബാക്കി പോർഷൻ നമുക്ക് പുറകിൽ തന്നെ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ സ്ലീവ് ഇല്ലാതെയാണ് നമ്മൾ വലിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വയറിൻ്റെ ഇൻസുലേഷൻ പോകാതെ മാക്സിമം നോക്കുക. വലിക്കുന്ന സമയത്താണേലും ശ്രദ്ധിച്ച് യാതൊരു തരത്തിലും അതിൻ്റെ പുറത്തുകൂടെയുള്ള ഇൻസുലേഷൻ പോകാതെ നോക്കുക. ഏതാണ്ട് വയറൊക്കെ നമ്മൾ വലിച്ച് പുറകെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കണക്ഷൻസ് കൊടുക്കുന്നതിന് മുന്നേ കണക്ഷൻസ് കൊടുക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്നാണ്, ടെയിൽ ലാമ്പിൽ നിന്നാണ് കണക്ഷൻസ് കൊടുക്കേണ്ടത്. കണക്ഷൻസ് കൊടുക്കുന്നതിന് മുന്നേ നമുക്കിവിടെ നമ്മുടെ ഈ പില്ലറിൽ ഈ ബമ്പറിൽ നമുക്ക് സെൻറ്ററിൽ ഹോൾ ഇടണം. അതിന് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഹോൾ ഇടണം. കൃത്യമായിട്ട് ഡ്രിൽ മെഷീന് അളന്ന ആ പോയിന്റിൽ ഞാൻ ഹോൾ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യാം അതിൻ്റെ അകത്ത്. എന്നിട്ട് വയറകത്തേക്ക് വലിക്കണം. ക്യാമറ വരുന്ന വയറുകൾ ഇങ്ങനെയാണ്. ക്യാമറയിൽ നിന്ന് ഇങ്ങനെ ഒരു 2 വയറുകളാണ്, 2 കണക്ഷൻസാണ് വരുന്നത്. അത് ഇതിൻ്റെ അകത്ത് ഇത് കണക്ട് ചെയ്യുന്ന ഡയറക്റ്റ് നമ്മുടെ ടെയിൽ ലാമ്പയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ റിവേഴ്സ് ഇട്ടു എന്നറിയുന്ന സമയത്ത് ക്യാമറ ഓൺ ആകാൻ വേണ്ടി ടെയിൽ ലാമ്പയിലേക്കാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഈ യെല്ലോ കണക്ഷൻ വരുന്നത് നമ്മുടെ സ്റ്റീരിയോയിലേക്ക് പോകുന്ന വീഡിയോ ഔട്ടാണ്. അത് കണക്ട് ചെയ്യുന്ന നമ്മൾ വയർ ചെയ്തിട്ടിരിക്കുന്ന സ്റ്റീരിയോ നമ്മൾ മുൻവശം തൊട്ട് പുറവശം വരെ വയർ ചെയ്തിട്ടിരിക്കുന്ന അതിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണിത്. കേബിളകത്തിട്ടിട്ട് നമുക്ക് ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്യാം. ഹോളടിച്ചെടുത്ത് നമ്മൾ ക്യാമറ അകത്താക്കി ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കണം. അകത്താക്കി ഇനി വയറിങ് അകത്തേക്ക് എടുത്തിട്ട് കണക്ഷൻസ് കൊടുക്കണം. ഇത് റിവേഴ്സ് ക്യാമറയിൽ നിന്ന് വീഡിയോ ഔട്ട് പോകുന്ന കേബിളാണ്. ഈ കേബിളിൻ്റെ അകത്ത് ഈ റെഡ് വയർ നമ്മുടെ ക്യാമറയിലേക്ക് പോകുന്ന ഈ കണക്ടറിൻ്റെ റെഡ് വയറിനോട് കൂടെ ചേർത്ത് നമ്മൾ ടെയിൽ ലാമ്പിൽ റിവേഴ്സ് ലൈറ്റിൻ്റെ ടെയിൽ ലാമ്പിലുള്ള കണക്ഷൻസിലേക്ക് നമ്മൾ കൊടുക്കും. അന്നേരമാണ് നമ്മുടെ ബാക്കിലത്തെ ക്യാമറയിലേക്കുള്ള പവർ സപ്ലൈ വരുന്നത്. അപ്പം നമുക്കിനി കണക്ഷൻ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ യെല്ലോ കണക്ഷനിലുള്ള ഈ റെഡ് വയർ ഞാനൊരു ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരൊറ്റ കണക്ഷനും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റെഡ് വയറും ബ്ലാക്ക് വയറും ഈ റെഡ് വയർ പോസിറ്റീവിലും അതായത് ടെയിൽ ലാമ്പിൻ്റെ ഓഫ് വയറായിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രൗണ്ടായിട്ടും കണക്ട് ചെയ്യണം.
നമ്മുടെ കണക്ഷൻ വയറുകൾ ഇവിടെ എത്തി. ഇനി ഇതാണെങ്കിലും കൃത്യമായിട്ട് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. ക്യാമറയിൽ നിന്നുള്ള കണക്ഷൻ വയറുകൾ ഇവിടെ എത്തി. ഇതിനകത്ത് ഇത് പവർ സപ്ലൈ കണക്ഷൻസാണ്, അത് കണക്ട് ചെയ്തു. ഇത് നമ്മുടെ വീഡിയോയ്ക്കുള്ള കണക്ഷനാണ്. അത് മൊത്തത്തിൽ നമ്മളൊന്ന് ഇൻസുലേഷൻ ടേപ്പൊക്കെ ചുറ്റി ഒന്ന് വൃത്തിയാക്കി ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിക്ക് കണക്ട് ചെയ്ത് വയ്ക്കണം. ഇത് നമ്മുടെ പവർ കേബിളിലുള്ള റെഡ് വയറും ഇത് ബ്ലാക്ക് വയറുമാണ്. ഇതിൻ്റെ ഈ റെഡ് വയറിലേക്ക് നമ്മുടെ വീഡിയോ കേബിളിലുണ്ടായിരുന്ന റെഡ് വയർ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ബ്ലൂ ആയി പോയത്. ആ റെഡ് വയറും ഇത് തമ്മിൽ ഒരുമിച്ച് ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റിൻ്റെ പോസിറ്റീവേലും ഇത് ഗ്രൗണ്ടിലേക്കും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബാക്ക് സൈഡിലെ മുഴുവൻ കണക്ഷൻസ് നമ്മൾ തീർത്തിട്ടുണ്ട്. റെഡ് വയർ റിവേഴ്സ് ലൈറ്റിൻ്റെ ഓഫ് വയലും അതുപോലെ തന്നെ ബ്ലാക്ക് വയർ, ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡ് ബ്ലാക്കാണ്, ബ്ലാക്ക് വയർ നമ്മുടെ ഗ്രൗണ്ട് വയലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് ക്യാമറയുടെ വയർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ട റിവേഴ്സ് ക്യാമറയുടെ കണക്ഷൻ കേബിൾ ഇതാണ്. ഈ ഏറ്റവും ഇടത് സൈഡിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ഏറ്റവും ഇടത് സൈഡിൽ വരുന്ന ഈ കണക്ഷനിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യേണ്ട ഈ വയർ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റീരിയോ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ കണക്ഷൻ വയറുകളിൽ ബാക്ക് എന്നുള്ള എഴുതിയിട്ടുണ്ടാവും മിക്കവാറും. ബാക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഈ കണക്ഷൻ വയർ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലെ ഏറ്റവും മുകളിൽ എണ്ണുവാണെങ്കിൽ ഒന്നാമത്തെ വയർ ബ്ലാക്ക്, രണ്ടാമത്തേത് റെഡ്, മൂന്നാമത് വരുന്ന കണക്ഷൻ വയർ, ഇതാണ് മൂന്നാമത് വരുന്ന കണക്ഷൻ വയർ. ഈ മൂന്നാമത് വരുന്ന കണക്ഷൻ വയറിലാണ് നമുക്ക് ബാക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്കിത് രണ്ടും കൂടെ കണക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ കണക്ഷൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം ക്യാമറയുടെ കണക്ഷൻ ആയി, ക്യാമറയിലേക്കുള്ള സിഗ്നലിൻ്റെ കണക്ഷനായി കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. റിവേഴ്സ് ക്യാമറ നമ്മുടെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്, വേറെ തൊട്ടുള്ളൊന്നുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ഒന്ന് റിവേഴ്സ് മാറ്റി ഫ്രണ്ട് നിട്ട് നോക്കാം. ഓഫ് ആവുന്നുണ്ട്. റിവേഴ്സ് ഇടുമ്പോൾ കൃത്യമായിട്ട് ഓൺ ആവുന്നുണ്ട്. നമ്മുടെ ക്യാമറ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്.